ചൈനയ്ക്ക് മേൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറി US. ആസിയാൻ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രതിനിധികൾ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നായിരുന്നു തീരുമാനം. ചൈനയുമായി ഉടൻ വ്യാപാര കരാറിൽ എത്തുമെന്ന് ട്രംപും സ്ഥിരീകരിച്ചു. A good deal with China, and they want to make a deal, and we want to make a deal. We've agreed to meet. We're going to meet then later in China, and we're going to meet in the U.S. in either Washington or at Mar-a-Lago, Palm Beach. So, I think a lot of these talks. When we meet, we've done a lot of discussions before we meet. We've done discussions with Brazil. So I think we're going to end up having a good deal for both countries. I think with China that's going to happen, and we have other deals. We have Japan, we have South Korea, we have a lot of meetings. But people seem to be very interested in China. I think we're going to have a very fair meeting with China. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, നമുക്കറിയാം ഇന്ത്യക്ക് മേൽ സ്വീകരിച്ച പോലെ ഒരു കടുത്ത നടപടിയല്ല തുടക്കം മുതൽ തന്നെ ഈ തീരുവ യുദ്ധത്തിൽ ചൈനയ്ക്ക് മേൽ US സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ചൈനയ്ക്ക് മേൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്നു. മാത്രമല്ല, വ്യാപാര കരാർ കൂടുതൽ ശക്തമാക്കുകയാണ്. തിരക്കിട്ട നീക്കങ്ങൾ ആ കാര്യത്തിൽ നടക്കുകയും ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും ആര്യ, ഈ ചൈനയുമായിട്ടുള്ള ബന്ധം അത് അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു തോതിൽ അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന റെയർ എർത്ത് എലമെന്റ്സ് പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ മാഗ്നറ്റ്സ്, ഇതൊന്നും അമേരിക്കയ്ക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഈ ഒരു അമേരിക്ക ചൈനയ്ക്ക് മേൽ തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ ഉൾപ്പെടെയുള്ള കയറ്റുമതി അത് ചൈന നിർത്തിവെച്ചു. ഇത് അമേരിക്കയെ പ്രകോപിപ്പിച്ചതിനെ തുടർന്നാണ് ഈ ചൈനയ്ക്ക് മേൽ 100% തീരുവ അത് നവംബർ 1 മുതൽ, കൃത്യമായി പറഞ്ഞാൽ 155% തീരുവ നവംബർ 1 മുതൽ ചൈനയ്ക്ക് മേൽ ചുമത്തും എന്നൊരു ഭീഷണി അമേരിക്ക ഉയർത്തുകയും ചെയ്തത്. എന്നാൽ പിന്നീട് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അമേരിക്ക പതിയെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതിന് ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ കയറ്റുമതി മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. അത് അമേരിക്കയിലുള്ള ഈ സോയാബീൻ കർഷകരുടെ പ്രതിഷേധമാണ്. അമേരിക്കയിൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് ചൈന പൂർണ്ണമായി നിർത്തും എന്നൊരു തീരുമാനം ഇടയ്ക്കെടുത്തിരുന്നു. അത് ഈ തീരുവ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഈ ഭീഷണിയെ തുടർന്നാണ് ചൈന ഇത്തരമൊരു തീരുമാനമെടുത്തത്. അമേരിക്കയിൽ നിന്ന് ഇനി സോയാബീൻ വാങ്ങില്ല എന്നൊരു തീരുമാനം ചൈന എടുത്തത്. ഇത് തീർച്ചയായിട്ടും ഇത് അമേരിക്കയിലുള്ള സോയാബീൻ കർഷകരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. അവർ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന വിഷയമായിരുന്നു. ഇത് ട്രംപ് ഭരണകൂടത്തിനിടെ വലിയൊരു പ്രതിഷേധമായിട്ട് എല്ലാം അവർ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ അടുത്തിടെ നടന്ന നോ കിങ്സ് പ്രൊട്ടസ്റ്റിൽ ഉൾപ്പെടെ അവർ പങ്കാളികളായത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ US വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നതോടെയാണ് ഈ ചൈനയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു രീതിയിൽ അമേരിക്ക മുന്നോട്ട് വന്നത്. ഈ ഒരു ആസിയാൻ ഉച്ചകോടിക്കിടെ ഇന്നലെ നമുക്കറിയാം, ഈ US പ്രതിനിധികളും അതുപോലെ തന്നെ ചൈനയുമായിട്ട് ചർച്ച നടന്നിരുന്നു. ഇന്നലെ ഈ ചർച്ചയ്ക്ക് ശേഷം ജാമിസൺ ഗ്രീർ എന്ന US-ന്റെ പ്രതിനിധി, അദ്ദേഹം ആ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചൈനയുമായി നല്ല രീതിയിലൊരു ചർച്ച നടന്നു. ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് അവർ തമ്മിലുള്ള മീറ്റിംഗ് ഇനി വ്യാഴാഴ്ച നടക്കാനിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം തങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ഒരുക്കി വെച്ചു എന്നാണ് ഈ ചൈനീസ് പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം US-ന്റെ പ്രതിനിധി ജാമിസൺ ഗ്രീർ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഇന്നും രാജ്യങ്ങളുടെ പ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് US-ന്റെ സാമ്പത്തിക സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റ്, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം ശ്രദ്ധേയമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ചൈനയ്ക്ക് മേൽ 100% തീരുവ പ്രഖ്യാപിക്കും എന്നുള്ളത് അതൊരു പഴയ വാർത്തയാണ്. ഇപ്പോൾ പുതുതായിട്ട് ചൈനയുമായിട്ടുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. തങ്ങൾ നിലവിൽ ഒരു തീരുവ ചൈനയ്ക്ക് മേൽ ചുമത്താനായിട്ട് തങ്ങൾ ആലോചിക്കുന്നില്ല എന്നാണ് US-ന്റെ സാമ്പത്തിക സെക്രട്ടറി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ട്രംപും ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ട്രംപ് അദ്ദേഹം ദോഹയിൽ വെച്ച് വിമാനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെ അദ്ദേഹം പറഞ്ഞിരുന്നത് ചൈനയുമായിട്ട് ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഷീ ജിൻപിങ്ങിനെ ഞാൻ ഉടനെ തന്നെ കാണും, നല്ല രീതിയിലൊരു സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുൾപ്പെടെ
ഉൾപ്പെടെ ട്രംപ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ അദ്ദേഹം ബ്രസീലുമായി ചർച്ച നടത്തിയതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ചൈനയുമായിട്ടും തങ്ങൾ നല്ലൊരു ബന്ധത്തിലേക്ക് ഉടൻ തന്നെ എത്തും. തങ്ങൾ ചൈനയുമായിട്ട് ഒരു വ്യാപാര കരാറിൽ ഒപ്പിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതേ ആഗ്രഹം ചൈനയ്ക്കുമുണ്ട്. ചൈനയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചൈനയും തങ്ങളുമായിട്ട് സഹകരണത്തിൽ വരാനാണ് ആഗ്രഹിക്കുന്നത് എന്നുൾപ്പെടെ ഒരു ബന്ധം മയപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലേക്കാണ് അമേരിക്ക കടക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടുന്നു എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഒന്ന് നിലപാട് മയപ്പെടുത്തി അനുനയിപ്പിച്ച് പോകാനാണ് അമേരിക്ക ചൈനയുടെ കാര്യത്തിൽ ശ്രമിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അജയ് സുധാ ബിജു ആണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർത്തത്. അജയ് തുടരുക. മറ്റൊരു